ചേർത്തലയിൽ നിന്നാണ് വീട്ടമ്മയുടെ മരണം കൊലപാതകം എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. 47-കാരിയായ വീട്ടമ്മ സജി എന്ന പേരുള്ള വീട്ടമ്മയുടെ മരണത്തിൽ ദുരൂഹത ആരോപിക്കപ്പെട്ടിരുന്നു. അങ്ങനെ മരണത്തിലെ ദുരൂഹത നീക്കുന്നതുമായി ബന്ധപ്പെട്ട് മൃതദേഹം കല്ലറയിൽ നിന്നും പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ നടപടികളിലേക്ക് പോലീസ് നീങ്ങുകയാണ്. 47-കാരിയുടെ മരണത്തിലാണ് സമഗ്ര അന്വേഷണം വേണമെന്ന് മക്കൾ ആവശ്യം ഉന്നയിച്ചത്. ഭർത്താവ് സോണി സജിയെ മർദ്ദിച്ച് കൊന്നതാണ് എന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം പുറത്തെടുത്തുകൊണ്ട് കല്ലറയിൽ നിന്നും പരിശോധന നടത്തി പ്രാഥമിക നടപടികളൊക്കെ തന്നെ മറ്റ് നടപടികൾ പൂർത്തിയാക്കണം. പിന്നീട് വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ശാസ്ത്രീയ പരിശോധന ഫലമൊക്കെ തന്നെ പുറത്തേക്ക് വരണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിരിക്കുന്നത്. 47-കാരിയായ വീട്ടമ്മ ചേർത്തല സ്വദേശിനിയാണ്. VC സജി എന്നാണ് വീട്ടമ്മയുടെ പേര്. ഈ വീട്ടമ്മയാണ് മരണപ്പെട്ടത്. ആ മരണത്തിൽ മക്കൾ സംശയം ഉന്നയിച്ചിരുന്നു. ഭർത്താവ് സോണി സജിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ആകാമെന്ന സംശയമാണ് മക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മക്കളുടെ പരാതിയെ തുടർന്നുകൊണ്ടാണ് കോടതിയിൽ അനുമതിയൊക്കെ തേടിയ ശേഷം ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുത്ത് പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് പോകാൻ പോകുന്നത്. രഘു ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. രഘു, മക്കളുടെ പരാതി സംബന്ധിച്ചും തുടർ നടപടികൾ സംബന്ധിച്ചും ഇനി പോലീസിന് മുന്നിലുള്ള മറ്റ് നീക്കങ്ങൾ സംബന്ധിച്ചും പ്രതീക്ഷ കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ് സജിയെ തലയ്ക്ക് ഗുരുതര പരിക്കുകളോടുകൂടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വീണ് പരിക്കേറ്റു എന്നുള്ളതാണ് ഡോക്ടർമാരോടും മറ്റും പറഞ്ഞിരുന്നത്. കഴിഞ്ഞ ഞായറാഴ്ച സജി മരിച്ചു. നമ്മളിപ്പോഴുള്ള ചേർത്തല മുട്ടം പള്ളിയുടെ കല്ലറയിലാണ് സജിയെ സംസ്കരിച്ചത്. ഇതിനു ശേഷമാണ് മകൾ പോലീസിൽ മൊഴി നൽകിയത്. അതായത് അച്ഛൻ സോണി അമ്മയെ മർദ്ദിച്ചതിനെ തുടർന്നാണ് തലയ്ക്ക് സാരമായി പരിക്കേറ്റത്. അതല്ലെങ്കിൽ ഈ മകൾ ഏതെങ്കിലും ഘട്ടത്തിൽ സജി ആശുപത്രിയിൽ കിടക്കുമ്പോഴോ മറ്റോ ഈ വിവരം പോലീസിനോടോ ആശുപത്രി അധികൃതരോടോ പറഞ്ഞിരുന്നില്ല. നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പക്ഷേ അമ്മ രക്ഷപ്പെട്ടെങ്കിൽ പിന്നെ അത്തരത്തിലൊരു കേസും വഴക്കുമൊക്കെ ആയിട്ട് പോകേണ്ട, ധാരാളം കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഇത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്. സോണിയുടെ ചില ബന്ധങ്ങൾ സജി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പതിവായി വീട്ടിൽ കുടുംബ വഴക്കുണ്ടാകുക എന്നുള്ളതായിരുന്നു ബന്ധുക്കൾ പറഞ്ഞിരുന്നത്. നിലവിൽ സോണി പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഉള്ളത്. ഇവിടെ RDO അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും ASP അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമുണ്ട്. നമുക്ക് ആ ഒരു ദൃശ്യങ്ങളിൽ നിന്ന് കാണാമെന്ന് തോന്നുന്നു. അതായത് ഒരു ടാർപോളിൻ മറച്ച് വെച്ചിരിക്കുന്നതിൻ്റെ അപ്പുറത്താണ് സജിയുടെ കല്ലറയുള്ളത്. അവിടുന്ന് ഞായറാഴ്ചയാണ് മൃതദേഹം ഉള്ളത്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ പുറത്തെടുക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ്. കാരണം ഒരാഴ്ചയിൽ ആയില്ല മൃതദേഹം സംസ്കരിച്ചിട്ട്. എന്തായാലും നമുക്ക് ലഭിക്കുന്ന വിവരം സോണിയുടെ ചില സുഹൃത്ത് ബന്ധങ്ങൾ സജി ചോദ്യം ചെയ്യുന്നതിനെ തുടർന്ന് വീട്ടിൽ വഴക്ക് പതിവായിരുന്നു. കഴിഞ്ഞ മാസം 8-ാം തീയതിയും അത്തരത്തിൽ വഴക്കുണ്ടായി. ഇതിനിടയിൽ സോണി സജിയെ അടിക്കുകയും തല ഭിത്തിയിൽ പിടിച്ച് പലതവണ ഇടിക്കുകയും ചെയ്തു. തുടർന്ന് മകളോട് സോണി ആവശ്യപ്പെടുകയായിരുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. അച്ഛൻ പറഞ്ഞതനുസരിച്ച് മകൾ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോയി. സോണി തന്നെയാണ് പറഞ്ഞത് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ സജി താഴെ വീണ് നിലത്ത് വീണ് പരിക്കേറ്റതാണ് എന്ന് പറഞ്ഞാൽ മതിയെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മൊഴി മകൾ അങ്ങനെ തന്നെയാണ് ആശുപത്രിയിൽ പറഞ്ഞതും. നേരത്തെ തന്നെ തലയ്ക്ക് അതിഗുരുതരമായ പരിക്കായതുകൊണ്ട് തന്നെ നേരെ വെന്റിലേറ്ററിലേക്കാണ് വീട്ടമ്മയെ മാറ്റിയത്. തുടർന്ന് തലയ്ക്ക് പലതവണ സർജറി നടത്തി. ഇടയ്ക്ക് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതുമാണ്. പെട്ടെന്നാണ് ന്യൂമോണിയ ബാധ ഉണ്ടാവുകയും ആരോഗ്യാവസ്ഥ മോശമാവുകയും ചെയ്തത്. ഞായറാഴ്ച മരണം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ മൃതദേഹം സംസ്കരിച്ചതിന് ശേഷമാണ് മകൾ ബന്ധുക്കളോടും ഒപ്പം തന്നെ സജിയുടെ വീട്ടുകാരോടും ഇക്കാര്യമൊക്കെ വ്യക്തമാക്കിയത്. ഇതിനെ തുടർന്ന് ചേർത്തല പോലീസിൽ ബന്ധുക്കൾ പരാതി നൽകി. കഴിഞ്ഞ ദിവസം മകളുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോണിയുടെ ചില സുഹൃത്ത് ബന്ധങ്ങൾ സജി ചോദ്യം ചെയ്യുമായിരുന്നു. ആ ചോദ്യം ചെയ്തതിനെ തുടർന്ന് വീട്ടിലുണ്ടായ വഴക്കിനിടെ സജിയുടെ തല ഭിത്തിയിലേക്ക് പലതവണ ഇടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ് മൊഴി. തുടർന്ന് ചേർത്തല പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. സോണി നിലവിൽ പോലീസിൻ്റെ നിരീക്ഷണ വലയത്തിലാണുള്ളത്. കാരണം പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് മരണകാരണം, അതായത് മർദ്ദനമേറ്റതിനെ തുടർന്ന് തലയ്ക്കുണ്ടായ പരിക്കാണോ മരണകാരണം എന്ന് വ്യക്തമാവുകയുള്ളൂ. അതിനുശേഷമായിരിക്കും സോണിയെ ഈ കേസിൽ അവരുടെ പ്രതികരണം കൂടി ഈ കേസുമായി ബന്ധപ്പെട്ടൊക്കെ തേടാവുന്നതാണല്ലോ. നിലവിൽ അതിനുള്ളൊരു സാഹചര്യമില്ല പ്രതീക്ഷ. കാരണം പോലീസ് ഉദ്യോഗസ്ഥരോടക്കം നമ്മൾ സംസാരിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു. ബന്ധുക്കളോട് രാവിലെ തന്നെ ഈ വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കാനാകുമോ എന്ന് ചോദിച്ചപ്പോൾ അവർ പരസ്യ പ്രതികരണത്തിന് നിലവിലില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്.
ബാക്കിയുള്ള ആളുകളൊക്കെ ഇത് കാണാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന ആളുകളാണ്. ഈ കേസുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളുകളാണ്. എന്തായാലും മൃതദേഹം അല്പസമയത്തിനകം പുറത്തെടുത്തു. രഘു, ഈ കേസിൻ്റെ പശ്ചാത്തലമായി ഇങ്ങനെ ഒരു വലിയൊരു ഇത്രയും ദിവസത്തിന് ശേഷം, ഒരാഴ്ചയ്ക്ക് ശേഷം ഈ കല്ലറ പൊളിക്കുക, അപ്പോൾ അവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം, മറ്റ് ഇനി നടപടികൾ വേണം, റിസൾട്ട് വേണം, പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വേണം. അപ്പോൾ ഈ മക്കൾ സംശയിച്ചക്ക രീതിയിൽ അവിടെ എന്തുണ്ടായി? നിരന്തരം ഇങ്ങനെ ചോദ്യം ചെയ്യലും മർദ്ദനമൊക്കെ ഭാര്യയും ഭർത്താവും ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്നു. മക്കൾക്ക് ഇത് സംബന്ധിച്ച് എന്താണ് പോലീസിനോട് പറയാനുള്ള കാര്യങ്ങൾ? പരാതിയായി അവർ ബോധ്യപ്പെടുത്തിയ എന്തൊക്കെ കാര്യങ്ങളാണ്? ഇവർക്ക് 2 മക്കളാണുള്ളത്. മകൻ വിദേശത്താണ്, മകളാണ് 19 വയസ്സുകാരിയായ മകളാണ് ഇവരോടൊപ്പം താമസിച്ചിരുന്നത്. ഈ മകളുടെ സാന്നിധ്യത്തിൽ വെച്ച് തന്നെയാണ് അച്ഛനും അമ്മയും പലപ്പോഴും വഴക്കിടാറുള്ളത്. അതായത് ഈ മരണത്തിന് ഇടയായ മർദ്ദനമുണ്ടായത് കഴിഞ്ഞ മാസം 8-ാം തീയതിയാണ്. അന്നും മകളുടെ മുന്നിൽ വെച്ച് തന്നെയാണ് വഴക്കുണ്ടായത്. ഇതിനുശേഷം അച്ഛൻ തന്നെയാണ് മകളോട് പറഞ്ഞത് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ. മകൾ അത് അച്ഛൻ പറഞ്ഞത് കേൾക്കുകയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അച്ഛൻ തന്നെ പറഞ്ഞു, അതായത് വീണ് പരിക്കേറ്റതാണ്. കാരണം തലയുടെ പിൻഭാഗത്താണ്, അതായത് തല പിടിച്ച് ഭിത്തിയിൽ ഇടിച്ചു എന്നുള്ളതാണ് മൊഴി. അപ്പോൾ തലയുടെ പിൻഭാഗത്താണ് മുറിവ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും. സജിയുടെ കല്ലറ തുറക്കുകയാണ്. അതിന് സാധാരണ നിലയിൽ ഈ ശ്മശാനത്തിലൊക്കെ, കല്ലറയിലൊക്കെ, സെമിത്തേരിയിലൊക്കെ പണിയെടുക്കുന്ന ആളുകളുണ്ട്. പോലീസിനെ സഹായിക്കാൻ വേണ്ടി അവരെത്തി ആ കല്ലറ പൊളിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു പരാതിയാണ്, അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തിട്ടുള്ളത്. ആരെയും നിലവിൽ പ്രതി ചേർത്തിട്ടില്ല. വേണമെങ്കിൽ ഗാർഹിക പീഡനം അടക്കമുള്ള വകുപ്പുകൾ ചുമത്താവുന്നതാണ് ഈ കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ. വിശദമായ പോസ്റ്റ്മോർട്ടം നടത്തിയതിനു ശേഷം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഏതൊക്കെ രീതിയിലുള്ള മർദ്ദനമേറ്റു, ഈ ഇടിച്ചപ്പോൾ ഉണ്ടായ തലക്കേറ്റ ക്ഷതമാണോ മരണകാരണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ഈ മൃതദേഹം ADM-ൻ്റെയും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരുടെയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയൊക്കെ സാന്നിധ്യത്തിൽ മൃതദേഹം പുറത്ത് എടുക്കുന്നത്.